ഓം ശ്രീ ഗുരുഭ്യോ നമഃ. തനുഛായാഭിസ്തേ തരുണതരണീ ശ്രീസരണിഭിർ ദിവം സർവാമുർവീ മരുണിമണിമഗ്നാം സ്മരതി യാ ഭവന്ത്യസ്യാ ത്രസ്യാ ദ്വനഹരിണശാലീനനയനാ സഹോർവശ്യാ വശ്യാ കതി കതി നഗീർവാണ ഗണികാ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 18. അല്ലയോ ദേവി, ബാലാദിത്യകാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേഹകാന്തികളാൽ സമസ്തമായ ഭൂമണ്ഡലവും ആകാശവും യാവകാബ്ദിയിൽ, അതായത് ചെമ്പഞ്ഞിച്ചാറുകൊണ്ടുള്ള സമുദ്രത്തിൽ മുങ്ങിയതായി യാതൊരുവൻ ധ്യാനിക്കുന്നുവോ അവന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനമാനുകളുടെ അതിസുന്ദരങ്ങളായ നയനങ്ങൾ പോലെയുള്ള നയനങ്ങളോടുകൂടിയ ഉർവശി തുടങ്ങിയ എത്രയെത്ര ദേവസ്ത്രീകൾ വശ്യകളായി ഭവിക്കുന്നില്ല. എല്ലാ ദേവാംഗനകളും വശ്യകളായി ഭവിക്കുന്നു എന്ന് തന്നെയാണ് സാരം. ഉദയസൂര്യന്റെ അരുണാഭ പോലെ സുന്ദരമായ ശരീരകാന്തിയാൽ ആകാശവും ഭൂമിയും മുഴുവനും അരുണവർണ്ണത്തിൽ മുങ്ങിയ വിധത്തിൽ ആരാണോ ദേവിയെ ധ്യാനിക്കുന്നത്, ആ ഭക്തന് കാട്ടിലെ മാൻപേടകളുടെ കണ്ണുകളിൽ കാണാറുള്ള ഭീതിതമായ നോട്ടം പോലെയുള്ള കണ്ണുകളുള്ള ദേവനർത്തികമാർ ഉർവശി അടക്കം സകലരും വശത്താകുന്നു. ദേവി ഭക്തൻ ദേവിയുടെ ശരീരകാന്തിയുടെ അരുണാഭയിൽ സകലതും മുങ്ങിയതായി ധ്യാനിക്കുമ്പോൾ ആ ഭക്തന്റെ ഉത്കൃഷ്ടവും ഉത്തമവുമായ ഭക്തിവിശേഷത്താൽ ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടിൽ തന്നെ നോക്കിക്കാണാൻ തുടങ്ങുന്നു. സാധാരണക്കാർക്കില്ലാത്ത കാഴ്ചപ്പാടുകളും അന്തരാർത്ഥങ്ങളും മഹാകവികൾക്ക് ദേവി നൽകാറുണ്ട് എന്നും അറിയണം. നാം സർവ്വസാധാരണമായി കരുതുന്ന പലതും കവിയുടെ കണ്ണിൽ അമൂല്യമായി തോന്നും. അത്തരം വസ്തുക്കൾ കാണുമ്പോൾ കവി ഹൃദയം ആനന്ദമഗ്നമാവുന്നു. അവരതിൽ സൂക്ഷ്മമായ ശ്രദ്ധ ചെലുത്തുന്നു. ദേവാംഗനകൾ വശത്താകും എന്നതിനർത്ഥം കവി മനസ്സുകൾക്ക് ലോകത്തിലെ സമസ്ത വിഷയങ്ങളും ഭാവനാ വൈഭവത്താൽ കവിതയ്ക്ക് അനുയോജ്യമായ വിഷയമായി മാറുന്നു എന്ന് ധരിക്കണം. അതായത് ഈ ശ്ലോകം ദേവീ ഭക്തരായ കവി ശ്രേഷ്ഠന്മാർക്ക് പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു കഴിവ് നൽകുന്നു. സകല ശ്രീ വശ്യം എന്നൊരു അനുഭവം കൂടി ഈ ശ്ലോകം നിരന്തരം ഉരുവിടുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട്. അമ്മേ ശ്രീ ഭഗവതി, അടിയങ്ങളിതാ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.